നിലപാടിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ കാര്യം പറയാതെ വയ്യ. ഒരു നിലപാടുമില്ലാത്തവരാണ് അക്കൂട്ടർ. എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുകയും ചെയ്യും. വിഷയം വഷളായാൽ ഒന്നും അറിയാത്തതുപോലെ കൈമലർത്തുകയും ചെയ്യും. വയനാട് ടൗൺഷിപ്പിനായി പണം സംഭാവന ചെയ്യുമെന്നാണ് കോൺഗ്രസ് ആദ്യം പറഞ്ഞത്. സർക്കാർ വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവും അക്കാര്യം ഉറപ്പു നൽകിയതാണ്. എന്നാൽ പിന്നീട് കോൺഗ്രസ് നിലപാട് മാറ്റി. അസംബ്ലി തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് വയനാട് ദുരിതബാധിതർക്ക് പുതിയ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് വിജയിച്ച് UDF അധികാരത്തിൽ വന്നാൽ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് UDF വാഗ്ദാനം ചെയ്ത വീടുകൾ പൂർത്തിയാക്കുമെന്നാണ് കെ.സി. വേണുഗോപാലിന്റെ പുതിയ പ്രഖ്യാപനം. എന്നാൽ ഇതേ കൂട്ടർ തന്നെയാണ് തറക്കല്ലിടൽ ചടങ്ങിൽ 10 ദിവസത്തിനകം വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ കുറിച്ച് ഇതുവരെ നേതാക്കൾ മറുപടി പറഞ്ഞിട്ടില്ല. വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ച തുക തന്റെയും സണ്ണി ജോസഫിന്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടുകളിലുള്ളതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കള്ളവും പൊളിയുകയാണുണ്ടായത്. തുക തങ്ങളുടെ പക്കൽ സുരക്ഷിതമാണെന്ന് VD സതീശൻ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ പറഞ്ഞതാണ്. എന്നാൽ ഇരുവരും നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്ത് വിവര കണക്കുകൾ പുറത്തു വന്നതോടെ തുക കൈവശമുണ്ടെന്നത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രികയിലെ വിവരമനുസരിച്ച് VD സതീശന്റെ ബാങ്ക് അക്കൗണ്ടിൽ 51,78,286 രൂപയും സണ്ണി ജോസഫിന്റെ അക്കൗണ്ടിൽ 24,526 രൂപയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര കളവ് പറഞ്ഞാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പ് വയനാട്ടുകാർ മറക്കില്ല. ദുരന്തബാധിതർക്കെന്ന പേരിൽ കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് വയനാട്ടുകാർ ചോദിച്ചുകൊണ്ടേയിരിക്കും.